സ്നേഹമുള്ളവരെ, നമുക്ക് ഒരു നിമിഷം ഈ ദിവസത്തെ ശുശ്രൂഷകളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നിലനിൽക്കുന്ന എല്ലാ അസ്വസ്ഥതകളും ഭാരങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 27 മുതൽ വചനങ്ങൾ. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഞാൻ എന്തു പറയേണ്ടു പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഞാൻ ഈ മണിക്കൂറിലേക്ക് വന്നത്. പിതാവേ, അങ്ങേ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇത് കേട്ടിട്ട് ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു. എന്നാൽ ചിലർ പറഞ്ഞു, ഒരു ദൂതൻ അവനോട് സംസാരിച്ചു. യേശു പറഞ്ഞു, ഈ സ്വരമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ സ്വരമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം, തൈലാഭിഷേകം, യേശുവിൻ്റെ രാജകീയ പ്രവേശം, ഗ്രീക്കുകാർ യേശുവിനെ തേടുന്നു. അപ്പോഴാണ് ഈശോ പറയുന്നത്, മനുഷ്യപുത്രൻ മഹത്വപ്പെടുവാനുള്ള സമയമായി. ഈശോയുടെ കുരിശിനെക്കുറിച്ച് ഈശോ പറയുക, ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. അങ്ങേയറ്റം തീവ്രവേദനയിലേക്ക് യേശു എത്തിക്കൊണ്ടിരിക്കുന്ന സമയം. തീവ്രവേദനയിലേക്ക് എത്തുമ്പോൾ യേശു പിതാവിനോട് പറയുക, എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ മണിക്കൂറിൽ ധ്യാനിക്കുന്നത് എങ്ങനെ ജീവിതത്തിലെ അസ്വസ്ഥത അനുഗ്രഹമായിട്ട് മാറും, അസ്വസ്ഥത എങ്ങനെ അനുഗ്രഹമാക്കാം. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അസ്വസ്ഥത എങ്ങനെ അനുഗ്രഹത്തിൻ്റെ വഴിയായി മാറും. ഇപ്പോൾ ഈശോ പറയുന്ന ഒന്നാമത്തെ കാര്യം, എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു പിതാവേ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈശോ ഈ മനസ്സിലെ അസ്വസ്ഥത ആദ്യം ഷെയർ ചെയ്യുന്നത്, ആദ്യം യേശു അത് ഷെയർ ചെയ്യുന്നത് പിതാവിനോടാണ്. ഞാൻ എന്ത് പറയേണ്ടു പിതാവേ, അല്ലേ? ഞാൻ എന്താ പറയുക? എൻ്റെ ആത്മാവ് അസ്വസ്ഥമായി, ഞാൻ എന്താ പറയുക? വാക്കുകളില്ല. അത് ബന്ധത്തിൽ വരുന്ന നമ്മൾ പറയില്ലേ, ഞാനിപ്പോൾ എന്താ നിന്നോട് പറയുക, ഞാനിപ്പോൾ എങ്ങനെ പറയും നിന്നോട്? ഏറ്റവും ക്ലോസ് റിലേഷനിലാണ്, അത്ര അടുപ്പത്തിലാണ് ഈശോ പറയുന്നത്, പിതാവേ ഞാനിപ്പോൾ എന്താ പറയേണ്ടത്. അപ്പോൾ ഒന്ന്, നമ്മളുടെ എല്ലാ ഭാരം, അതാണ് വചനം പറയുന്നുള്ളൂ, നിങ്ങളുടെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, നിങ്ങളുടെ ഭാരം അവിടുത്തെ ഏൽപ്പിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു അസ്വസ്ഥത, ഒരു ഭാരം നമുക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ തുറന്നു വയ്ക്കുക, അല്ലേ? നമ്മൾ സാമുവേലിൻ്റെ പുസ്തകത്തിൽ കാണും ഈ ഹന്ന പ്രാർത്ഥിക്കുന്നത്. പുരോഹിതന് തോന്നുന്നുണ്ട് അവൾ ലഹരിയിലാണ്. അവൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിന് മുമ്പിൽ എൻ്റെ ഹൃദയം തുറക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ അസ്വസ്ഥത അറിയുകയും അസ്വസ്ഥതയെക്കുറിച്ച് പദ്ധതി ഉള്ള ദൈവത്തോടത് പറയുക. അപ്പം ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ ഏത് ഭാരപ്പെടുത്തുന്ന കാര്യം വന്നാലും അത് ഈശോയോട് പറയുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നത്, ഒരിക്കൽ പോട്ടയിലായിരിക്കുമ്പോൾ അവർ മിക്കവാറും കുർബാനയ്ക്കൊക്കെ വരും, ഒരു ഭർത്താവും ഭാര്യയും. ഒരു ദിവസം അവിടെ നിത്യാരാധന ചാപ്പലുണ്ട്. അപ്പം ഞാൻ അവിടെ നിത്യാരാധന ചാപ്പലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവർ രണ്ടുപേരും എന്നെ കണ്ടിട്ട് ഒരു മൈൻഡും ഇല്ല. എപ്പോൾ കണ്ടാലും നിന്ന് വർത്തമാനം പറയുന്നവരാണ്, എപ്പോൾ കണ്ടാലും വിശേഷം തിരക്കുന്നവരാണ്. ഒരു മൈൻഡും ഇല്ലാതെ സത്യം പറഞ്ഞാൽ അവിടെ കാറ് പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷേ ഇവരെ അറിയാവുന്നത് കൊണ്ട് ചിലപ്പോൾ സെക്യൂരിറ്റി ഒന്നും പറയില്ലായിരിക്കും, അല്ലെങ്കിൽ അച്ഛന്മാരൊന്നും പറയില്ലായിരിക്കും. ഇവർ കൊണ്ടുവന്ന് പെട്ടെന്ന് അവിടെ മറ്റ് കാറ് വരുന്ന ആശ്രമത്തിൻ്റെ മുൻപിലാണ് ഇവർ കൊണ്ടുവന്ന് കാർ അവിടെ ഇട്ടിട്ട് ഇവർ പെട്ടെന്ന്
ഓടി എന്നതുപോലെ, എന്തോ ഭയങ്കര പെട്ടെന്ന് അർജൻ്റ് ഉള്ളതുപോലെ. നിത്യാരാധന അവിടെ വൈകുന്നേരം 7 മണി വരെ ഉണ്ട്. അപ്പോൾ ഇവർ ഓടി അകത്ത് കയറുന്നു. അപ്പോൾ ഇവർ എന്നെ ക്രോസ് ചെയ്താൽ പോകുന്നത്. ഒരു മുഖത്ത് നോക്കിയൊരു ചിരിയോ ഒരു സംസാരമോ, മുഖത്തേക്ക് പോലും നോക്കുന്നു. ഞാനിങ്ങനെ തിരിഞ്ഞ് അവരുടെ മുഖത്ത് തന്നെ നോക്കുന്നുണ്ട്. ഇവരവിടെ പോവുകയാണ്. അവരൊരു നോട്ടവും ഇല്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും ഇറങ്ങി പെട്ടെന്ന് വരുന്നുണ്ട്. കാർ എടുക്കുന്നുണ്ട്. ഞാൻ പുറത്ത് ഇത്തിരി മാറി നിൽപ്പുണ്ട്. ഇവർ കാർ എടുത്ത് എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? അല്ലച്ച, മോളുടെ എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഒരു കാര്യമാണ്. ഭയങ്കര അസ്വസ്ഥ. ഇന്നാണ് അത് റെഡിയാകേണ്ടത്. അവൾ അഡ്മിഷൻ്റെ സമയമായി. അപ്പോൾ അത് റെഡിയാകണം. എന്തൊക്കെയോ തടസ്സമുണ്ട്. ഇന്നിപ്പോൾ വിളിച്ചിരിക്കുക. ഞങ്ങൾ ബാങ്കിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഓട്ടം കണ്ടപ്പോൾ അച്ചോ ഭയങ്കര അസ്വസ്ഥ. ഇന്നലെ രാത്രി കിടന്നിട്ടൊരു പോളെ കണ്ണടച്ചിട്ടില്ല. ഇപ്പോഴൊന്ന് സമാധാനമായത്. ഈശോയോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഈ ഭർത്താവും ഭാര്യയും അവരുടെ ജീവിതത്തിൽ അസ്വസ്ഥത വന്നപ്പോൾ അവർ മറ്റ് അച്ഛനവിടെ നിൽപ്പുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഒന്നുമില്ല. അവരുടെ നോട്ടം മുഴുവനും ഈ കാര്യം ഒന്ന് ഇറക്കി വയ്ക്കണം. ഈ കാര്യം ഒന്ന് ഇറക്കി വയ്ക്കാൻ ഞങ്ങൾക്ക് ആകെയുള്ളത് ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങളുടെ കുടുംബം അറിയുന്നവൻ അല്ലേ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. അവരുടെ നിലവിളി ഞാൻ കേൾക്കുന്നു. അവരുടെ കണ്ണുനീര് എൻ്റെ മുമ്പിലുണ്ട്. ഇങ്ങനെയൊരു ദൈവം കാത്തിരിപ്പുണ്ട് നമുക്ക്. ഇങ്ങനൊരു ദൈവം നിൻ്റെ അടുത്തുണ്ട്. ഏത് അസ്വസ്ഥത വരുമ്പോഴും അതിനാൽ ഒന്നാമത് ഓടിക്കേറേണ്ടത്, ഒന്നാമത് ഇരിക്കേണ്ടത് അവൻ്റെ മുമ്പിലാണ്. ഏത് ഭാരം വരുമ്പോഴും തുറക്കുക. ഈശോ തുറന്നത് എങ്ങനെയാണ്? പിതാവ് ഞാനിപ്പോൾ എന്താ പറയേണ്ടത് എന്ന് പറഞ്ഞ് ഈശോ അത് പിതാവിനോട് പറയുന്നു. ഈ യേശുവിൻ്റെ മനസ്സ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്നതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒന്ന്, നമ്മളുടെ മനസ്സിലെ അസ്വസ്ഥത, ഭാരം യേശുവിനോട് പറയുക. രണ്ടാമത്തെ കാര്യം എന്താണ്? ദൈവത്തിൻ്റെ ഉത്തരം നമ്മുടെ അസ്വസ്ഥതകളിൽ കിട്ടാൻ രണ്ടാമത്തെ കാര്യം ഇതാണ്. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. ഇതാണ് രണ്ടാമത്. ഒരു അസ്വസ്ഥത ജീവിതത്തിൽ വരുമ്പോൾ, ഒരു പ്രശ്നം ജീവിതത്തിൽ വരുമ്പോൾ, ഈ മണിക്കൂറിലേക്കാണല്ലോ ഞാൻ വന്നത്, ഇതിനു വേണ്ടിയാണല്ലോ ഞാൻ വന്നത് എന്ന് വെച്ചാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ആ പ്രശ്നത്തെ അക്സെപ്റ്റ് ചെയ്യുക. ആ പ്രശ്നത്തെ ഒഴിവാക്കാനല്ല, ആ പ്രശ്നത്തെ അക്സെപ്റ്റ് ചെയ്യുക. ഈ മണിക്കൂറിലേക്കാണല്ലോ ഞാൻ വന്നത്, ഇത് ഞാൻ വരേണ്ടതാണല്ലോ എന്ന് പറഞ്ഞ് അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു രോഗമായിരിക്കാം, ഒരു പ്രശ്നമായിരിക്കാം, ജോലിയിലെ ഒരു പ്രശ്നമായിരിക്കാം. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പക്ഷേ എന്നെ ഈ ശുശ്രൂഷയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവ പൈതൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ദൈവമേ, ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയ പ്രതീക്ഷിക്കാത്ത ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിലുണ്ട്, എൻ്റെ കുടുംബത്തിലുണ്ട്. യേശുവേ, ഞാൻ എന്ത് ചെയ്യും? അസ്വസ്ഥപ്പെടുകയാണ്. എന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുക. ദൈവമേ, ഇത് നീ എന്നെ നിർത്തുന്ന ഇടമാണ്, ഈ മണിക്കൂറിലേക്കാണല്ലോ ഞാൻ വന്നത്. അത് അക്സെപ്റ്റ് ചെയ്യുക. അത് ദൈവകരങ്ങളിൽ നിന്ന് അങ്ങ് സ്വീകരിക്കുക. അത് അക്സെപ്റ്റ് ചെയ്യുക. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ മറികടക്കാനല്ല, അതിനെ ഉപേക്ഷിക്കാനല്ല. അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു റിയാലിറ്റിയാണ്. പ്രിയപ്പെട്ടവർ, അതിനെ മറക്കാനല്ല ഈശോ പറയുന്നത്, അതിനെ അംഗീകരിച്ച് അതിനെ സ്വീകരിക്കാനാ. ഇതാ പിതാവേ, ഈ മണിക്കൂറിലേക്കാണല്ലോ ഞാൻ വന്നത്, ഇത് ഞാൻ കടന്നു പോകേണ്ട മണിക്കൂറാണല്ലോ, ഇത് നീ അനുവദിക്കുന്നതാണല്ലോ എന്ന് പറഞ്ഞ് അതിനെ അക്സെപ്റ്റ് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭാരം, ദുഃഖം, അസ്വസ്ഥത, പ്രാർത്ഥനയിൽ പോലും ദൈവത്തിലേക്ക് പോലും നമുക്ക് തിരിയാൻ പറ്റില്ല. അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അതിനെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. ഏത് പ്രശ്നമായിക്കോട്ടെ അതിനെ അക്സെപ്റ്റ് ചെയ്ത് അതിനെ സ്വീകരിച്ച് പ്രാർത്ഥിക്കുക.
ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്താണെന്നറിയാവോ, നമുക്കത് നന്മയ്ക്ക് കാരണമാകില്ല. ഞാൻ ഒരിക്കൽ ഒരു കുടുംബത്തിൽ ചെന്നപ്പോൾ ഒരു സ്ത്രീയെ കാണാനിടയായി. അപ്പം ഞാൻ ആ വീട്ടിൽ ചെല്ലുന്നു. ആ വീട്ടിൽ ചെല്ലുമ്പോൾ രണ്ടാമത്തെ മകളുടെ കൂടെയാണ് താമസിക്കുന്നത്. രണ്ടാമത്തെ മകളാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അമ്മയുണ്ട്. ഇത് ആ പെൺകുട്ടിയുടെ വീട് തന്നെയാണ്. ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ഒരു പോലീസിൽ വർക്ക് ചെയ്യുന്നു. അവൾക്ക് ഒരു കുട്ടിയുണ്ട്. അപ്പോൾ സംഭവം ഇതാണ്, ഈ പെൺകുട്ടി താമസിക്കുന്നത് അവളുടെ അമ്മയോടൊപ്പം. ഈ അമ്മയുടെ പ്രത്യേകതയാണ്, അമ്മയെക്കുറിച്ചാണ്. ഈ പെൺകുട്ടിയുടെ അപ്പൻ മരിച്ചത്. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് 32 വയസ്സുണ്ട്. ഈ പെൺകുട്ടിക്ക് 3 വയസ്സുള്ളപ്പോൾ അപ്പൻ മരിച്ചതാണ്. എന്നുവെച്ചാൽ 28 വർഷമായി അപ്പൻ മരിച്ചിട്ട്. ഈ ഇളയ പെൺകുട്ടിക്ക് ഇപ്പോൾ 32 വയസ്സായി. മൂത്ത മകളുണ്ട്. അവൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിനോടൊപ്പം വിദേശത്ത് താമസിക്കുന്നു. ഇത് രണ്ടാമത്തെ പെൺകുട്ടി. ഭർത്താവ് ഗവൺമെൻറ് ജോലി പോലീസിലാണ്. രണ്ടാമത്തെ പെൺകുട്ടി ഈ അമ്മയോടൊപ്പം താമസിക്കുന്നു. അപ്പോൾ ഈ അമ്മ 28 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചു പോയ ഒരു ഭാര്യ, ഒരു വിധവയാണ്. പക്ഷെ പ്രശ്നം അതല്ല. 28 വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുമ്പോൾ വെള്ള സാരി ഉടുത്ത് മുറിയിൽ നിന്ന് പുറത്തിറങ്ങില്ല, ആരോട് സംസാരിക്കില്ല, ഒരുമിച്ച് ഭക്ഷണം കഴിക്കില്ല, പ്രാർത്ഥിക്കാൻ വരില്ല. പ്രാർത്ഥനയൊക്കെ അവരുടെ മുറിയിലിരുന്ന്, എല്ലാ കാര്യങ്ങളും ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരാഘോഷങ്ങളിലും പങ്കെടുക്കില്ല, ഒരു കാര്യത്തിലും പങ്കെടുക്കില്ല. എന്ന് വെച്ചാൽ 2 പെൺമക്കൾ എന്ന് വെച്ചാൽ ഇവരുടെ ഈ മരിച്ചുപോയ ഭർത്താവിൻ്റെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. ഇപ്പോഴും അമ്മ ആ വീട്ടിലുണ്ട്. അതുപോലെ അപ്പൻ മരിച്ചുപോയി. അപ്പൻ 2-3 വർഷം അയാൾ മരിച്ചിട്ട്. എന്ന് വെച്ചാൽ ഈ ഗ്രാൻഡ് പേരൻസാണ് ഈ 2 കുട്ടികളെ വളർത്തിയത്, ഈ 2 പെൺമക്കളെ വളർത്തിയത്. എന്ന് മാത്രമല്ല, പഠിപ്പിച്ചു, ജോലിയായി, അവർക്ക് വിവാഹം കഴിഞ്ഞു, അവർക്ക് കുട്ടികളായി. പക്ഷേ ഈ 2 പെൺമക്കളുടെ വിവാഹത്തിലോ ഈ കുട്ടികളുടെയൊക്കെ മാമോദിസയിലോ ഈ വീട്ടിൽ നടന്ന ഈ 28 വർഷങ്ങൾക്കുള്ളിൽ ഈ വീട്ടിൽ നടന്ന ഒരു ആഘോഷങ്ങളിലും ഈ അമ്മ പങ്കെടുത്തിട്ടില്ല. കാരണം എന്താ? അവർക്ക് ആ മരണത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ ആ മരണം കഴിഞ്ഞ് ആ കുടുംബത്തെ ദൈവം എന്തോരം വഴി നടത്തി. ആ മക്കൾ പഠിച്ചു, ആ മക്കൾ ജോലിയിലെത്തി, ആ മക്കളുടെ വിവാഹം നടന്നു, അവർക്ക് കുടുംബമുണ്ടായി, കുട്ടികളുണ്ടായി. ഓർക്കുക, ഈ അമ്മയ്ക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് കൊണ്ട്, ഒരു മരണത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? കഴിഞ്ഞ 28 വർഷങ്ങൾ അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളൊന്നും കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റിയില്ല. നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് മുറിവായിട്ട് മാറും. നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എങ്ങനെ മറക്കും, എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? പക്ഷെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. ഈശോയുടെ ചങ്ക് തകരുകയാണ്. കാരണം ഈ ലോകം കണ്ട ഏറ്റവും വലിയ മരണം കിട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് ഈശോ പറയുന്നത്, എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. പക്ഷേ ആ അസ്വസ്ഥത ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ഈ മണിക്കൂറിലേക്കാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഞാൻ കടന്നു പോകേണ്ട മണിക്കൂറാണ്. ഈ മണിക്കൂറിലേക്കാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. അക്സെപ്റ്റ് ചെയ്യുക എന്നതാണ്. ഒരു പരാജയമാകട്ടെ, ഒരു തോൽവിയാകട്ടെ, ഒരു നഷ്ടമാകട്ടെ, ഒരു പ്രതികൂല സാഹചര്യമാകട്ടെ, ഒരു രോഗമാകട്ടെ, ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അതിനെ ഒരു റിയാലിറ്റിയായി അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ എനിക്കതിൻ്റെ മേലെ അധികാരം കിട്ടുന്നത്. അതിലൂടെ എനിക്ക് ദൈവകരങ്ങളിൽ കൊടുത്തത് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്, അതിൽ നന്മയുണ്ടാകുന്നത്. നമുക്ക് പലപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടത്, ഒരു റിട്ടയർഡായിരിക്കുന്ന ഒരു മിലിറ്ററിയോ എയർഫോഴ്സ് ഓഫീസർ, അദ്ദേഹം റെഗുലർ ചെക്കപ്പിൽ അദ്ദേഹം ചെല്ലുമ്പോൾ ഇനിഷ്യൽ സ്റ്റേജ് ക്യാൻസറിൻ്റെ ഓവർ ഡോസ് മെഡിസിൻ എടുത്ത് സൂയിസൈഡ് ചെയ്തു. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ നോക്കുന്നില്ല, കഴിഞ്ഞ 60 വർഷം ദൈവം എന്നെ വഴി നടത്തി, നല്ല ജോലി നൽകി, നല്ല കുടുംബം നൽകി, നല്ല ആരോഗ്യം നൽകി, നല്ല മക്കളെ നൽകി. എന്നാൽ ഇപ്പോൾ ഓരോ രോഗത്തിൽ, നമുക്കറിയാം എത്രയോ പേരാണ് ഈ രോഗത്തിൽ, അല്ലേ? പക്ഷേ
ഇയാൾ വലിയ ഒരു ഒരു യോദ്ധാവൊക്കെയാണ്, അല്ലെങ്കിൽ വലിയ, അയാളുടെ കൂടെയുള്ള ഒരാൾ എന്നോട് പറഞ്ഞത് അത്ര സ്ട്രോങ് മനുഷ്യനാണ്. ഈ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതും ഒച്ചയെടുത്ത് നടക്കുന്നതൊന്നുമല്ല, ബലം ഉള്ളിലാണ് വേണ്ടത്. ഉള്ളിൽ ബലം വേണം. ഈ ആത്മീയ ബലം അല്ലെങ്കിൽ ആന്തരിക ബലം എന്നത് പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ആന്തരിക ബലമുണ്ടോ? ഈ ആന്തരിക ബലമുള്ളവനാണ് പറയുന്നത്. ആന്തരിക ബലമുള്ളവൻ പറയുന്നൊരു വാക്കുണ്ട്, ഈ മണിക്കൂറിലൂടെ ഞാൻ കടന്നു പോകണമല്ലോ, ഈ മണിക്കൂറിലൂടെ ഞാൻ കടന്നു പോകണമല്ലോ. ഇന്ന് നമ്മൾ ഈ ബഹളങ്ങളേ ഉള്ളൂ, ഈ ആന്തരിക ബലമില്ല. അതല്ലേ നമ്മൾ ഒരു അപ്പൻ വഴക്ക് പറയുമ്പോൾ തന്നെ കുട്ടികൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് വേണ്ട എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യം വേണ്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ നല്ല സെൻസിലെടുക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് വേണ്ട എന്ന് പറയുന്നു, അപ്പൻ അമ്മ വഴക്കിടുന്നു, മൊബൈൽ മേടിച്ച് കൊടുത്തില്ല, കേബിൾ TV കട്ട് ചെയ്തു. അതിൻ്റെ പേരിൽ പോലും പ്രിയപ്പെട്ടവർ കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നു. എന്ന് വെച്ചാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പ്രതികൂല സാഹചര്യത്തെ അക്സെപ്റ്റ് ചെയ്യാതെ എങ്ങനെ അതിനപ്പുറത്ത് ഒരു ദൈവിക ഇടപെടൽ സംഭവിക്കും? ഇപ്പോൾ രണ്ടാമത്തെ കാര്യം, ഏത് പ്രതികൂല സാഹചര്യം ജീവിതത്തിൽ വന്നാലും അതിനെ അക്സെപ്റ്റ് ചെയ്ത് അതിനെ സ്വീകരിക്കുക. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മൾ ചിന്തിക്കുന്നത് പോലെ അൺഎക്സ്പെക്റ്റഡായ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ വെറുതെ ധ്യാനിച്ചു പോവുകയല്ല. ഒരു കാര്യം, ഇപ്പോൾ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒരു കാര്യം നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡായിട്ട് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു അസ്വസ്ഥത എങ്ങനെ അനുഗ്രഹത്തിന് കാരണമാകും. ഒന്നാമത്തെ കാര്യം, ആ അസ്വസ്ഥത അതേ തീവ്രതയിൽ ഞാൻ ദൈവത്തോട് പറയുക. 2, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, കർത്താവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പിന്നെ യേശുവിൻ്റെ മൂന്നാമത്തെ പ്രാർത്ഥന ഇതാ, പിതാവേ ഇതുവഴി എനിക്ക് നന്മയുണ്ടാകണമെന്നല്ല, ദൈവമഹത്വം വരണം. ഇതുവഴി ദൈവമഹത്വം വരണം. ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന പ്രശ്നം ദൈവമഹത്വത്തിന് കാരണമാകണം. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന പ്രശ്നം ദൈവമഹത്വത്തിന് കാരണമാകണം. ഇതാണ് ഈശോ പറയുന്നത്. ഈ 3 കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നത്, ഇപ്പോൾ എനിക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഭാരമാണ്, ഞാൻ നോക്കുമ്പോൾ ഇത് എൻ്റെ ജീവിതത്തെ തകർക്കുന്നൊരു പ്രശ്നമാണ്. പക്ഷേ ഇത് എങ്ങനെ നന്മയാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുണ്ട്, പിതാവേ ഈ പ്രശ്നം വഴി ദൈവമഹത്വം ഉണ്ടാകണം. ഉടനെ സ്വർഗത്തിൽ നിന്ന് സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഒരു സ്വരമുണ്ടായി. ഈശോ പറഞ്ഞു, ഈ സ്വരം എനിക്ക് വേണ്ടിയല്ല, ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്. എന്ന് വെച്ചാൽ എന്താ ഈശോ പറയുന്നതിൻ്റെ അർത്ഥം? മക്കളെ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രശ്നത്തിൽ നിങ്ങൾ നിൽക്കും. ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന അവസ്ഥയിൽ നിങ്ങൾ കടന്നു പോകും. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ചങ്കില വേദന നിങ്ങളുടെ ചങ്കില വേദനയാകും. ഇപ്പോൾ ഞാൻ ഉരുകുന്ന ഉരുക്ക് നീയും അതുപോലെ നിന്നുരുകും. പച്ചമരത്തിന് ഇതുപോലെ സംഭവിച്ചുവെങ്കിൽ ഉണക്കമരത്തിന് അത് തന്നെ സംഭവിക്കും. ഇത് ഈശോ പറയുക, ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഉണ്ടായത്, നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ എന്തിനാണ് ഈശോ പറയുന്നത്? മക്കളെ, നമ്മളുടെ ഒരു അസ്വസ്ഥതയിൽ ദൈവത്തിൻ്റെ സ്വരമുണ്ടാകണമെങ്കിൽ, സംസാരിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ ഇടപെടൽ കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഈ കാര്യം നമ്മൾ ഗൗരവമായിട്ടെടുക്കുക. നമ്മൾ ഈ കാര്യത്തിൽ ഇപ്പോൾ നമ്മളൊരു ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ ഇപ്പോൾ എന്നെ ഈ ശുശ്രൂഷയിൽ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം, ഒരു ദൈവ പൈതൽ വലിയൊരു വേദനയിൽ നിൽക്കുകയാണ്, വലിയൊരു വേദനയിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾ പറയുക, നിങ്ങൾ ഈശോ പറഞ്ഞതുപോലെ, പിതാവേ ഞാൻ എന്തു പറയേണ്ടു പിതാവേ, എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. യേശുവിനോട് ഇത് പറയുക, ദൈവത്തോട് ഇത് പറയുക, ദൈവമേ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, എൻ്റെ ആത്മാവ് ഭാരപ്പെടുന്നു, ഇതെനിക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികമാണ്, ഇതെനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതിലും അധികമാണ്. ഇത് ഈശോ പറയുക. അപ്പോൾ നമ്മളുടെ ഹൃദയത്തെ ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഹൃദയത്തെ, ജീവിതത്തെ യേശുവിൻ്റെ മുമ്പിൽ ഓപ്പൺ ചെയ്ത് യേശുവിൻ്റെ മുമ്പിൽ വയ്ക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അസ്വസ്ഥത രക്ഷാകരമായിട്ട് മാറുന്നത്. നമുക്ക് കാണാം, പരിശുദ്ധമ്മ അസ്വസ്ഥപ്പെടുന്നുണ്ട്. ആ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി, അല്ലേ? പരിശുദ്ധമ്മ അസ്വസ്ഥയായി. കേട്ടോ,
ഇനി ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കറിയാം ഏക മകനെ ബലിയർപ്പിക്കണം. ഏക മകനെ ബലിയർപ്പിക്കണമെന്ന് പറയുമ്പോൾ അബ്രാഹാം അസ്വസ്ഥപ്പെടുന്നുണ്ട്. രക്ഷാകര ചരിത്രത്തിൽ പ്രിയപ്പെട്ടവരെ അസ്വസ്ഥത ആദ്യമല്ല. രക്ഷാകര ചരിത്രം അസ്വസ്ഥതയുടെ കൂടി ചരിത്രമാണ്. അബ്രാഹാം അസ്വസ്ഥപ്പെടുന്നു, മറിയം അസ്വസ്ഥപ്പെടുന്നു, ഈശോ അസ്വസ്ഥപ്പെടുന്നു. എന്നാൽ അതാണ് രക്ഷയുടെ. അപ്പോൾ എല്ലാ രക്ഷാകര ചരിത്രത്തിൻ്റെയും പിന്നിൽ ഒരസ്വസ്ഥതയുണ്ട്. എൻ്റെ ആത്മാവ് മരണത്തോളം അസ്വസ്ഥമായിരിക്കുന്നു. നമ്മളുടെ ഉള്ളിലേക്ക് നോക്കുക. എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ, എന്നെ ഭാരപ്പെടുത്തുന്നൊരു പ്രശ്നം എൻ്റെ കുടുംബത്തിൽ വരുമ്പോൾ, ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ കേൾക്കുമ്പോൾ, എങ്ങനെയാണ് അതിനോട് ഞാൻ അതിനെ ഞാൻ നേരിടുന്നത്? എങ്ങനെയാണ് അതിനോട് ഞാൻ പ്രതികരിക്കുന്നത്? ഒരു പ്രതിസന്ധിയോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഇറ്റ് ഈസ് എ റിയാലിറ്റി. ആ റിയാലിറ്റിയോട് പ്രതികരിക്കുമ്പോൾ ഞാൻ തകരുന്നു, ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ വേദനിക്കുന്നു എങ്കിൽ ഞാൻ പ്രതികരിക്കുന്നത് ദൈവിക രീതിയിലല്ല. അപ്പം ദൈവിക രീതിയിൽ പ്രതികരിച്ചാലേ, യേശു പ്രതികരിച്ചതുപോലെ പ്രതികരിച്ചാലേ എൻ്റെ അസ്വസ്ഥത രക്ഷാകരമാകൂ. അപ്പം നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു? നമ്മൾ നമ്മുടെ കുടുംബത്തിലെ ഒരു പ്രശ്നത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഒരു ഇഷ്ടമില്ലാത്ത കാര്യം സംഭവിക്കുമ്പോൾ, ഒരു പ്രതീക്ഷിക്കാത്ത രോഗം വരുമ്പോൾ, പ്രതീക്ഷിക്കാത്ത നഷ്ടം വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു? പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത്. എങ്ങനെ ജീവിതത്തിലെ അസ്വസ്ഥതയെ അനുഗ്രഹമാക്കി മാറ്റാം? 3 കാര്യങ്ങൾ. 1, അത് ദൈവത്തോട് പറയുക. 2, അതിനെ അക്സെപ്റ്റ് ചെയ്ത് അതിനെ ഓർത്ത് നന്ദി പറയുക. 3, ഇതാണ്, അതിൽ ദൈവമഹത്വം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ധ്യാനിക്കുന്ന വചനം ഇതാണ്. ധ്യാനിക്കുന്ന വചനം സങ്കീർത്തനം 115:1. സങ്കീർത്തനം 115:1. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ധ്യാനിക്കുന്ന വചനം. സങ്കീർത്തനം 115:1 അഭിഷേകം നമ്മളിലുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 115:1. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തയെയും പ്രതി അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകണമേ. ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. നമ്മളിപ്പോൾ സംഭവിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളിൽ ദൈവമഹത്വം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇതാണ് വചനം. ഈ വചനം വായിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തയെയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ഈ വചനം അഭിഷേകമാകാൻ വേണ്ടി നമ്മളുടെ എല്ലാ അസ്വസ്ഥതകളും വിശുദ്ധ കുർബാനയോട് ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വാക്കുകൾ പോരാ നാഥ നിന്നെ ആരാധിക്കാൻ. വാക്കുകൾ പോരാ നാഥ നിന്നെ ആരാധിക്കാൻ. ഭാഷകൾ പോരാ രാജാവിനെ ആരാധിക്കാൻ. ഭാഷകൾ പോരാ രാജാവിനെ ആരാധിക്കാൻ. യേശുവേ, നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ പോരാ. യേശുവേ, നിന്നെ കേൾക്കുവാൻ എൻ്റെ കാതുകൾ പോരാ. പാടിടുമേ മനമേ വാഴ്ത്തിടുവാൻ ഉണരൂ. പാടിടുമേ മനമേ വാഴ്ത്തിടുവാൻ ഉണരൂ. പാടിടുമേ മനമേ വാഴ്ത്തിടുവാൻ ഉണരൂ. പാടിടുമേ
വാഴ്ത്തിടുവാൻ ഉണരൂ ഉണരൂ. പാട്ടുകൾ പുരാ പുരാ നാഥ നിന്നെ ആരാധിക്കാൻ. പാട്ടുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാൻ. ആയുസ്സും പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. ആയുസ്സും പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. യേശുവേ നിന്നെ സ്നേഹിക്കാൻ എൻ്റെ സ്നേഹവും പോരാ. യേശുവേ നിന്നെ വർണ്ണിപ്പാൻ എൻ്റെ ചിന്തകൾ പോരാ. പാടിടുമേ മനമേ മനമേ വാഴ്ത്തിടുവാൻ ഉണരൂ ഉണരൂ. 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 പാടിടുമേ യേശുവേ ആരാധന. യേശുവേ ആരാധന ആരാധന. യേശുവേ യേശുവേ ആരാധന. യേശുവേ യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിച്ച വചനത്തിൻ്റെ അഭിഷേകം ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇറങ്ങാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 115 ആദ്യത്തെ വചനം: ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും പ്രതി അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകണമേ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും പ്രതി അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകണമേ. ഈ വചനം യേശുവേ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അഭിഷേകമായിട്ട് മാറട്ടെ. ഞങ്ങൾ ഏത് വേദനയിലൂടെ, ഏത് സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നുവോ ദൈവമഹത്വത്തിന് വേണ്ടി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്ന വേദന, ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നിൽക്കുന്ന പ്രതിസന്ധി, അവിടെ ദൈവമഹത്വം ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഞാൻ എന്തു പറയേണ്ടു പിതാവേ? ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. നമ്മളെല്ലാവരും ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിൽ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അസ്വസ്ഥതയും പ്രശ്നവും. പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പ്രതിസന്ധികൾ, അസ്വസ്ഥത നമ്മളും അഭിമുഖീകരിക്കുന്നവരാണ്.
നമ്മളും അത് ഫേസ് ചെയ്യുന്നവരാണ്. ഇതാ യേശുവിൻ്റെ ജീവിതത്തിൽ ഈശോ പറയുക, ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഒരു പക്ഷേ ഇപ്പോൾ ഈ വചന ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പല കാര്യത്തെ ഓർത്ത് അസ്വസ്ഥപ്പെടുന്ന ഒരാളുടെ മുമ്പിലാണ് ഈ വിശുദ്ധ കുർബാന നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഞാൻ പല കാര്യത്തെ ഓർത്ത് അസ്വസ്ഥപ്പെടുന്നു. ഒരു പക്ഷേ എൻ്റെ രോഗത്തെ ഓർത്ത്, എൻ്റെ പ്രിയപ്പെട്ടവരുടെ രോഗത്തെ ഓർത്ത് ഞാൻ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ എൻ്റെ ജോലിയിലെ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ ഓർത്ത് ഞാൻ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ എൻ്റെ മക്കളെ ഓർത്ത് ഞാൻ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ എൻ്റെ ഭാവിയെ ഓർത്ത് ഞാൻ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ എൻ്റെ ജീവിത പങ്കാളിയെ ഓർത്ത് ഞാൻ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പല കാര്യത്തെ ഓർത്ത് നമ്മൾ അസ്വസ്ഥപ്പെടുന്നുണ്ട്. ഇപ്പോൾ പല കാര്യത്തെ ഓർത്ത് അസ്വസ്ഥപ്പെടുമ്പോൾ നമ്മൾ ഇന്ന് ധ്യാനിച്ചത്, ഇന്ന് നമ്മൾ ഈ ശുശ്രൂഷ വഴി ദൈവം നമുക്ക് നൽകിയ ഒരു കൃപ, എങ്ങനെ അസ്വസ്ഥതയെ അനുഗ്രഹമാക്കി മാറ്റാം. നമ്മൾ ഇപ്പോൾ ഈ വചന ശുശ്രൂഷ കേൾക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ മനസ്സിലൊരു ചിന്ത വരുന്നുണ്ട്, ദൈവമേ, എൻ്റെ മനസ്സിൽ, എൻ്റെ ജീവിതത്തിൽ ഈ അസ്വസ്ഥതയുണ്ടല്ലോ. യേശു പറയുകയാണ്, എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു എന്ത് ചെയ്തു? അസ്വസ്ഥതയെ അനുഗ്രഹമാക്കാൻ എന്ത് ചെയ്തു? യേശു ആ കാര്യം പറഞ്ഞത്, പിതാവേ, ഞാൻ എന്തു പറയേണ്ടു, ഞാൻ എന്തു പറയേണ്ടു. രണ്ട് കാര്യങ്ങളാണ് ആ വാക്കിലുള്ളത്. ഒന്ന്, എനിക്ക് ഞാൻ പറയേണ്ട, അല്ലെങ്കിൽ ഞാനല്ല ഇതിനെക്കുറിച്ച് പറയേണ്ടത്. ഈ അസ്വസ്ഥതയിൽ ഞാൻ കേൾക്കേണ്ട സ്വരം ദൈവത്തിൻ്റെതാ. പിതാവേ, ഞാൻ എന്താ പറയേണ്ടത്? അങ്ങ് പറയണം. നമ്മളുടെ അസ്വസ്ഥതയിൽ ദൈവത്തിന് ചിലത് പറയുവാനുണ്ട്. അതാണ് ഈശോ പറയുന്നത്, പിതാവേ, ഞാൻ എന്താ പറയേണ്ടത്? അതാണ് ഒന്ന്, ആ വാക്കിൻ്റെ അർത്ഥം. രണ്ട്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അസ്വസ്ഥത വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാനിപ്പോൾ എന്താ പറയുന്നത്? ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഈശോ തൻ്റെ ദുഃഖം, തൻ്റെ മനസ്സ് ഓപ്പൺ ചെയ്യുന്നത് പിതാവിൻ്റെ മുമ്പിലാണ്. എന്ന് വെച്ചാൽ ഈ അസ്വസ്ഥത ഈശോ ആദ്യം ഷെയർ ചെയ്യുന്നത് പിതാവുമായിട്ടാണ്. അതാണ് ഏതൊരു അസ്വസ്ഥതയും ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ അസ്വസ്ഥതയെ, നമ്മളുടെ പ്രശ്നത്തെ ആദ്യം നമ്മൾ തുറന്നു വയ്ക്കേണ്ടത് സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ്. നമ്മളുടെ അസ്വസ്ഥതയെ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത്, ആദ്യം ഷെയർ ചെയ്യേണ്ടത്. നമുക്കറിയാം, നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ ആദ്യം ഷെയർ ചെയ്യുന്ന ഒരു കാര്യത്തെ നമുക്ക് എങ്ങനെയെങ്കിലും ആ കാര്യം ഷെയർ ചെയ്യണം. അത് നമ്മൾ ആരോടാണ്? നമുക്ക് ഏറ്റവും ക്ലോസ് ഇൻറ്റിമേറ്റ് ഫ്രണ്ടിനോടാണ് നമ്മൾ ഏറ്റവും ആദ്യം അത് ഷെയർ ചെയ്യുന്നത്. ഒരു പക്ഷേ അത് നിങ്ങളുടെ ജീവിത പങ്കാളിയാകാം, ഒരു പക്ഷേ അമ്മയാകാം, ഒരു പക്ഷേ ഒരു ഫ്രണ്ടാകാം. നമ്മൾ ആദ്യം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താ? ആ വ്യക്തിക്ക് എന്നെ മനസ്സിലാകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ യേശു മനസ്സിലാക്കുന്നത് പോലെ, ദൈവം മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കുന്ന ആരുമില്ല. അതിനാൽ ഈശോ പഠിപ്പിക്കുകയാണ്, ആരൊക്കെ എന്നെ വിട്ടുപോയാലും എൻ്റെ പിതാവ് എന്നെ വിട്ടുപോകില്ല. ആ പിതാവിനോടാണ്, ആ ദൈവത്തോടാണ് യേശു എല്ലാം ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഈ അസ്വസ്ഥത ആദ്യം ഷെയർ ചെയ്യുന്നത് ദൈവത്തോടാണ്. ഇത് നമ്മൾ ശ്രദ്ധിച്ചോളണം. ഏത് പ്രശ്നം ജീവിതത്തിൽ വന്നാലും, ഏത് കാര്യം കുടുംബത്തിൽ വന്നാലും, ഫസ്റ്റ് നമ്മൾ ഓടേണ്ടത്, ഫസ്റ്റ് നമ്മൾ എത്തേണ്ടത് യേശുവിലേക്കാണ്. ആദ്യം ഷെയർ ചെയ്യേണ്ടത്, എൻ്റെ ഒരു പ്രശ്നം ആദ്യം ഞാൻ ഷെയർ ചെയ്യേണ്ടത്, എൻ്റെ ഒരു സന്തോഷം ആദ്യം ഞാൻ പറയേണ്ടത്, എൻ്റെ ഒരു ദുഃഖം ആദ്യം ഞാൻ പറയേണ്ടത് യേശുവിനോടാണ്. ഇതാണ് അനുഗ്രഹത്തിൻ്റെ ആദ്യ വഴി. ഞാൻ അങ്ങനെയാണോ? ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ഞാൻ അങ്ങനെയാണോ? എൻ്റെ ജീവിതത്തിലൊരു സന്തോഷം വന്നാൽ, എൻ്റെ ജീവിതത്തിൽ താങ്ങാൻ പറ്റാത്തൊരു ഭാരം വന്നാൽ, എൻ്റെ ജീവിതത്തിലൊരു ദുഃഖം വന്നാൽ, എൻ്റെ മനസ്സ് ഇതുപോലെ അസ്വസ്ഥപ്പെടുമ്പോൾ ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത്, ആദ്യം എൻ്റെ മനസ്സ് തുറന്നു വയ്ക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ അടുത്താണോ? ഇതാണ് ആദ്യം ചോദിക്കേണ്ട ചോദ്യം. രണ്ടാമത്തേത്, ഈശോ എന്താ ചെയ്തത്? പിതാവേ, ഈ മണിക്കൂറിലേക്കാണല്ലോ ഞാൻ വന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നം, അതൊരു രോഗമാകാം, അതൊരു കടബാധ്യതയാകാം, മക്കളുടെ ജീവിതത്തിലെ പ്രശ്നമാകാം,
ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നമാകാം. ആ മണിക്കൂറിലേക്ക് നമ്മൾ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് വി ഷുഡ് അക്സെപ്റ്റ്. നമ്മൾ ആദ്യം അത് അംഗീകരിക്കുക. ഈ പ്രശ്നം എൻ്റെ ജീവിതത്തിലുണ്ട്, ഈ പ്രശ്നം എൻ്റെ ജീവിതത്തിലുണ്ട്, എനിക്കിപ്പോൾ ഈ രോഗമാണ്, അത് അംഗീകരിക്കുക. ബൈബിൾ അത് അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക എന്ന് കൂടിയുണ്ട്. അത് ഈ മണിക്കൂറിലേക്കാണല്ലോ ഞാൻ വന്നത്. കാരണം ഈശോ പറയുന്നുണ്ട്, അങ്ങ് എന്നെ അയച്ചു, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാനാണ്. അപ്പോൾ ഈ മണിക്കൂറിലേക്കാണല്ലോ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈശോ അസ്വസ്ഥത അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നു എന്ന് കൂടിയുണ്ട്. രണ്ടാമത്, ഒരു പ്രശ്നം, ഒരു അസ്വസ്ഥത അനുഗ്രഹമാകാൻ ഒരു ദൈവ പൈതൽ എടുക്കേണ്ട തീരുമാനം അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് എ റിയാലിറ്റി ഇൻ യുവർ ലൈഫ്. അത് മറക്കാനല്ല. ഒരു രോഗമുണ്ട്, അത് മറക്കാനല്ല. ഒരു കടബാധയുണ്ട്, അത് മറന്നിട്ട് ജീവിക്കാനല്ല. വി ഷുഡ് അക്സെപ്റ്റ് ആൻഡ് വി ഷുഡ് റിസീവ് ദാറ്റ് പ്രോബ്ലം ഫ്രം ദ ഗോഡ്സ് ഹാൻഡ്. അത് ദൈവകരങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുക. ആ പ്രശ്നത്തെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അക്സെപ്റ്റ് ചെയ്ത് അതിന് നന്ദി പറയുക. അങ്ങനെയാണോ? ഒരു റിയാലിറ്റി അല്ലേ? എനിക്കൊരു പരാജയം ഉണ്ടായി, ആ പരാജയം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഒരു രോഗം അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ അത് അക്സെപ്റ്റ് ചെയ്യുവാൻ നമ്മുടെ മനസ്സൊരുങ്ങും, നമ്മുടെ ശരീരം ഒരുങ്ങും, നമ്മളുടെ ചിന്തകൾ ഒരുങ്ങും. അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പ്രശ്നത്തെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് പല ടെൻഷൻ, മനസ്സിൽ ഉറക്കമില്ല, പല പ്രശ്നങ്ങളാണ്. ആദ്യം ആ പ്രശ്നത്തെ ആ പ്രശ്നമായി അക്സെപ്റ്റ് ചെയ്യുക. അതൊരു പ്രോബ്ലമാണ്, അതൊരു രോഗമാണ്, അതൊരു റിയാലിറ്റിയാണ്. അതിനെ അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ബൈബിൾ പറയുന്ന കാര്യം അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക എന്ന് കൂടിയുണ്ട്. അത് ദൈവകരങ്ങളിൽ ദൈവം അനുവദിച്ചതാണ്, സ്വീകരിക്കുക. അതിനോർത്ത് നന്ദി പറയുക. മൂന്നാമത്തെ കാര്യം, മൂന്നാമത് ഈശോ പറയുന്നത്, പിതാവേ, ഈ പ്രശ്നത്തിൽ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണേ. ഉടനെ സ്വരം കേൾക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്, നമ്മൾ ഏത് അസ്വസ്ഥതയിലൂടെ കടന്നു പോയാലും മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവമഹത്വം അതിൽ സംഭവിക്കാൻ ആഗ്രഹിക്കുക. ലാസർ മരിച്ചു, റിയാലിറ്റിയാണ്. ലാസർ മരിച്ചുവെന്ന റിയാലിറ്റി ഈശോ പറഞ്ഞു, ഇത് ഈ രോഗം, ലാസർ രോഗിയാണെന്ന റിയാലിറ്റി ഈശോ പറഞ്ഞു, ഇത് മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, ദൈവ മഹത്വത്തിനുള്ളതാണ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഈ പ്രശ്നത്തിനപ്പുറത്തൊരു ദൈവമഹത്വമുണ്ട്. നമ്മൾ ആ പ്രശ്നത്തിൽ കാണുന്നത് അതിൻ്റെ അവസാനമല്ല, അതിനപ്പുറത്തൊരു ദൈവമഹത്വമുണ്ട്. എന്ന് വെച്ചാൽ ഏത് പ്രശ്നത്തിൻ്റെ അപ്പുറത്തും ദൈവം ഒരു മഹത്വം ആഗ്രഹിക്കുന്നുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ തലയിൽ കയറണം. നമുക്ക് കുർബാനയിൽ ചേർത്ത് വയ്ക്കാം. ഈ മൂന്ന് കാര്യങ്ങൾ യേശു എങ്ങനെ ഒരസ്വസ്ഥതയെ സ്വീകരിച്ചു. ഒന്ന്, യേശു പിതാവിൻ്റെ അടുത്തേക്ക് കൊടുത്തു, പിതാവുമായിട്ടത് ഓപ്പൺ ചെയ്തു. രണ്ട്, പിതാവുമായിട്ടത് ഷെയർ ചെയ്തു. രണ്ടാമത്തെ കാര്യം, യേശു ആ യാഥാർത്ഥ്യത്തെ അക്സെപ്റ്റ് ചെയ്തു, പിതാവിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചു. മൂന്ന്, യേശു ആ പ്രശ്നത്തെ സമർപ്പിച്ച് ആ പ്രശ്നത്തിലെ അസ്വസ്ഥതയിൽ ദൈവമഹത്വം സംഭവിക്കാൻ യേശു പ്രാർത്ഥിച്ചു. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതകളെയും അനുഗ്രഹമാക്കാനുള്ള വഴിയാണ്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമായിട്ട് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി, നമുക്ക് ഇപ്പോൾ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ, ദൈവമേ, ഞാൻ ഒരു അസ്വസ്ഥതയുടെ, ഒരു പ്രശ്നത്തിൻ്റെ മധ്യത്തിലാണ്, ഒരു വേദന ഇപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ട്, ഞാൻ ആ വേദന ഇപ്പോൾ ഞാൻ കൊടുക്കുകയാണ്. ഈശോയെ, ഈ വേദന എനിക്കുണ്ട്, നീ കടന്നുപോയ അതേ വേദനയിലൂടെ, അതേ അസ്വസ്ഥതയിലൂടെ ഞാൻ കടന്നു പോകുന്നു. ഞാൻ എന്തു പറയേണ്ടു ഈശോയെ, ഞാൻ എന്തു പറയേണ്ടു പിതാവേ? ജസ്റ്റ് ഷെയർ യുവർ പ്രോബ്ലം, ജസ്റ്റ് ഷെയർ യുവർ ഡിസ്റ്റർബൻസ് വിത്ത് യുവർ ഗാഡ്. നീ നിൻ്റെ പ്രശ്നത്തെ നിൻ്റെ ദൈവവുമായിട്ട് ഷെയർ ചെയ്യുക, ദൈവവുമായിട്ട് പങ്കുവയ്ക്കുക. നീ ഉള്ളിൽ സംസാരിക്കുക, നീ ഹൃദയത്തിൽ സംസാരിക്കുക. ഒരു സ്നേഹ സംഭാഷണത്തിലേക്ക് നീയും യേശുവും വരിക. ഈ പ്രശ്നത്തിൽ നീയും യേശുവും തമ്മിൽ ഡിസ്കഷനിലേക്ക്, ഒരു സ്നേഹ സംഭാഷണത്തിലേക്ക് വരിക. എന്താ പിതാവേ, എങ്ങനെയാണ് ദൈവമേ ഞാൻ ഇതിനെ തരണം ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം വരുന്നത്? നീ ഷെയർ ചെയ്യുക നിൻ്റെ പ്രശ്നത്തെ യേശുവുമായിട്ട്.
ഈ നിമിഷം ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. ദൈവമേ, ഈ പ്രശ്നത്തെ ഞാൻ സമർപ്പിക്കുന്നു. ദൈവമേ, എങ്ങനെ ഇതിൽ നിന്ന് ഞാൻ പുറത്തു വരും? എങ്ങനെ ഇതിനെ ഞാൻ അഭിമുഖീകരിക്കും? എങ്ങനെ ഇതിനെ ഞാൻ നേരിടും? യേശുവേ, നീ എന്നെ പഠിപ്പിക്കണമേ. യേശുവേ, ഞാൻ അംഗീകരിക്കുന്നു, ഇതെൻ്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യമാണ്. അതിനെ അംഗീകരിക്കുക. ദൈവമേ, ഈ പ്രശ്നത്തെ ഞാൻ നിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നു. യേശുവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇതിൽ ദൈവമഹത്വം വരട്ടെ. എൻ്റെ ഈ പ്രശ്നത്തിൽ ദൈവമഹത്വം ആഗ്രഹിച്ച് ഞാൻ സമർപ്പിക്കുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ പാലകൻ, നീ എൻ്റെ അഭയസ്ഥാനം. നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ പാലകൻ, നീ എൻ്റെ അഭയസ്ഥാനം. നീരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. ഈശോയെ, ഉദ്ധിതൻ്റെ പാതയിൽ എന്ന ഈ ശുശ്രൂഷയിൽ എങ്ങനെ കുരിശിൻ്റെ വഴി ഉദ്ധാനത്തിൻ്റെ വഴിയിലേക്ക് നീ എത്തിച്ചു, നീ ഞങ്ങളോട് പറഞ്ഞു തരികയാണ്. എങ്ങനെ കാൽവരിയെ ഉദ്ധാനത്തിലേക്ക് നീ എത്തിച്ചു, നീ പറഞ്ഞു തരികയാണ്. യേശുവേ, ലാസർ രോഗിയാണെന്നറിഞ്ഞപ്പോൾ, ആ രോഗം മരണത്തിൽ കലാശിക്കും, അവസാനിക്കുമെന്നറിഞ്ഞപ്പോൾ, ആ കുടുംബം ആ രോഗത്തെ ഓർത്ത്, ആ സഹോദരിമാർ തങ്ങളുടെ സഹോദരൻ്റെ രോഗത്തെ ഓർത്ത് തകർന്നു നിന്നപ്പോൾ നീ പറഞ്ഞു, ഈ രോഗത്തിൻ്റെ അവസാനം മരണമല്ല. ഈ രോഗത്തിൻ്റെ അവസാനം നിൽക്കുന്നത് മരണമല്ല. ഈ രോഗത്തിൻ്റെ അറ്റത്ത് മരണമല്ല. യേശുവേ, എൻ്റെ പ്രശ്നങ്ങളുടെ അറ്റത്ത് എൻ്റെ നാശമല്ല. ഇപ്പോഴത്തെ എൻ്റെ പ്രതിസന്ധിയുടെ അറ്റത്ത് എൻ്റെ നാശമല്ല. ഇപ്പോഴത്തെ എൻ്റെ പ്രതിസന്ധിയുടെ അവസാനം എൻ്റെ നാശമല്ല. അങ്ങ് പറഞ്ഞു, ഇതിൻ്റെ അവസാനം മരണമല്ല. ഇത് മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. ഇപ്പോഴത്തെ ഈ പ്രശ്നം എൻ്റെ നാശത്തിൽ അവസാനിക്കാനുള്ളതല്ല. ഇപ്പോഴത്തെ ഈ രോഗം എൻ്റെ മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. ഇപ്പോഴത്തെ ഈ കഷ്ടപ്പാട് എൻ്റെ തകർച്ചയിലും നാശത്തിലും അവസാനിക്കാനുള്ളതല്ല. ഇപ്പോഴത്തെ ഈ കഷ്ടപ്പാട്, ഇപ്പോഴത്തെ ഈ രോഗം, ഇപ്പോഴത്തെ പ്രതിസന്ധി, ദൈവമേ, നിൻ്റെ മഹത്വത്തിനുള്ളതാണ്. ഇത് മനസ്സിൽ പറയുക. ഒരു പക്ഷേ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ, ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ. ശരിയാണ്, നീയും അസ്വസ്ഥതയിലാണ്. എന്നാൽ നീ മനസ്സിലാക്കുക, നിനക്കൊരു ദൈവമുണ്ട്. നിൻ്റെ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുന്ന, നിൻ്റെ തലമുടിയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ദൈവം, നിൻ്റെ പേര് ഉള്ളം കയ്യിലുണ്ട് എന്ന് പറയുന്ന ദൈവം, അമ്മ മറന്നാലും മറക്കില്ല എന്ന് പറയുന്ന ദൈവം. നിനക്കൊരു ദൈവമുണ്ട്. നിൻ്റെ എല്ലാ അസ്വസ്ഥതയും ഷെയർ ചെയ്യുവാൻ, നിൻ്റെ എല്ലാ ദുഃഖവും പങ്കുവയ്ക്കുവാൻ. യു ഹാവ് എ ഗാഡ്. 2, ഇതാ ഈ യാഥാർത്ഥ്യം, നീ ഒറ്റയ്ക്കല്ല. യെസ്, ഇത് യാഥാർത്ഥ്യമാണ്. ഈ രോഗം, ഈ പ്രശ്നം, ഈ കഷ്ടപ്പാട് യാഥാർത്ഥ്യമാണ്.
ഈ പ്രതിസന്ധി യാഥാർത്ഥ്യമാണ്. എന്നാൽ അത് നീ സ്വീകരിക്കുന്നത് ദൈവകരങ്ങളിൽ നിന്നാണ്. ഒരു പക്ഷേ മറ്റുള്ളവർ പറയും, ഒരു പക്ഷേ നിൻ്റെ ബുദ്ധി പോലും നിന്നോട് പറയും, ഈ പ്രശ്നം നിൻ്റെ നാശത്തിനുള്ളതാണ്, നിൻ്റെ തകർച്ചയ്ക്കുള്ളതാണ്, ഇതിൽ നിന്ന് പുറത്തു വരില്ല. എന്നാൽ നിന്നെ സ്നേഹിക്കുന്ന ദൈവം പറയുന്നു, ഇതിനപ്പുറത്ത് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടെന്ന്. നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന എല്ലാ അസ്വസ്ഥതകളെയും പ്രശ്നങ്ങളെയും സമർപ്പിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, പല വേദനയിലൂടെ കടന്നു പോകുന്നവർ, രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവർ, പല പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ, ഒരുപാട് നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈശോയെ, അത് ഏറ്റെടുത്ത് നീ അനുഗ്രഹമാക്കണേ. ആ എല്ലാ പ്രതിസന്ധികളെയും അസ്വസ്ഥതയെയും നീ അനുഗ്രഹമാക്കണേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കല്ല കർത്താവേ, അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതാ, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തയെയും പ്രതി അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകപ്പെടട്ടെ. ഈ വചനത്തിന് അഭിഷേകം ഉണ്ടാകട്ടെ. അനേകം കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആശീർവാദം, അനുഗ്രഹം കടന്നു വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന. യേശുവേ, യേശുവേ, ആരാധന. മഹത്വം, മഹത്വം യേശുവിന്. മഹത്വം, മഹത്വം യേശുവിന്. മഹത്വം, മഹത്വം യേശുവിന്. മഹത്വം, മഹത്വം യേശുവിന്. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം സങ്കീർത്തനങ്ങൾ 115:1. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്.